ആശ്രയം അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണിന്നു എന്റെ സർവസ്വം. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശ്വാസികളെ ദുരുപദേശത്തിൽ നിന്ന് വിടുവിക്കുവാനും സത്യ ഉപദേശത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും ആഹ്വാനം നൽകുന്ന ലേഖനമാണ് 25 വാക്യങ്ങൾ മാത്രമുള്ള യൂദയുടെ ലേഖനം. ദൈവകൃപയെ അധാർമിക ജീവിതത്തിനുള്ള ലൈസൻസാക്കി തീർത്ത ദുരുപദേഷ്ടാക്കൾ അന്ന് സഭയിൽ ഉണ്ടായിരുന്നു. അവിശ്വാസികളായി തീർന്ന ഇസ്രായേൽ മക്കൾക്കും സംഖ്യ 13-14 അധ്യായങ്ങൾ, അനുസരണക്കേട് കാണിച്ച ദൂതന്മാർക്കും ഉൽപ്പത്തി 6:1-4 വരെയുള്ള വാക്യങ്ങൾ, യെശയ്യാവ് 14:12, പാപവഴികളിൽ ജീവിച്ച സൊദോം ഗൊമോറ നിവാസികൾക്കും ഉൽപ്പത്തി 19 അധ്യായം. സംഭവിച്ച ദുരന്തത്തെ ഓർപ്പിച്ചുകൊണ്ട് ദുരുപദേഷ്ടാക്കന്മാർക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെ അറിയിക്കുകയും അതോടൊപ്പം വിശ്വാസ സമൂഹത്തെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി പോരാടണമെന്നും ഈ ലേഖനം പ്രബോധിപ്പിക്കുന്നു. ജീവിതം കൊണ്ടും ഉപദേശം കൊണ്ടും ക്രിസ്തുവിനെ നിഷേധിക്കുന്ന വിശ്വാസത്യാഗികൾ അന്ന് സഭയിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇന്നും സഭയിൽ ഉണ്ടല്ലോ. അവരുടെ വഞ്ചനയിൽ അകപ്പെടാതെ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ തങ്ങളെ തന്നെ വിശ്വാസികൾ സൂക്ഷിക്കണം. ഈ ലേഖനം എഴുതിയ യൂദ യാക്കോബിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ കർത്താവിൻ്റെ സഹോദരന്മാരായ യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നീ സഹോദരങ്ങളിൽ ഒരുവനായ യൂദ എന്ന് തന്നെ ചിന്തിക്കാം. മത്തായി 13:55, മർക്കോസ് 6:3. യൂദ 1-ാം വാക്യത്തിൽ വിളിക്കപ്പെട്ട വിശ്വാസികളെക്കുറിച്ച് പറയുന്നത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരും എന്നാണ്. അതായത് ഒരു വിശ്വാസിക്ക് 3 പദവികൾ ആണ് ഉള്ളത്. 1, വിശ്വാസി ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു. ദൈവാനുഗ്രഹം പ്രാപിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന അനേക വിശ്വാസികൾ ഉണ്ട്. അതോടൊപ്പം തന്നെ പീഡനങ്ങളും കഷ്ടതകളും അനുഭവിച്ച് വേദനയുടെ അനുഭവത്തിൽ കഴിയുന്ന വിശ്വാസികളും ഉണ്ട്. വേദനകളുടെയും പീഡനങ്ങളുടെയും അനുഭവത്തിൽ നിരാശയിലും ഉത്കണ്ഠയിലും കഴിയേണ്ടുന്നവരല്ല വിശ്വാസികൾ. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ ആണ് എന്ന യാക്കോബ് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു എന്നതല്ല, പിന്നെയോ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതാണ് ഈ ലോകത്തിലെ നമ്മളുടെ പദവി. ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹിതനാണ് എന്നതാണ് അതാണ് നമ്മളുടെ വില. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് തൻ്റെ പുത്രനെ ക്രൂശിൽ മരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ക്രൂശിൽ ജീവൻ നൽകി എന്ന ചിന്ത തന്നെ നമ്മെ ധന്യമാക്കുന്നതാണ്. ആ സ്നേഹമാണ് ക്രൂശിലെ പ്രാർത്ഥനയിൽ നാം കാണുന്നത്. ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയുന്നില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന കർത്താവ് പ്രാർത്ഥിച്ചത്. മറ്റുള്ളവർ നമ്മെ എതിർത്താലും വേദനിപ്പിച്ചാലും വെറുത്താലും ദുഃഖിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. 2, വിശ്വാസി ക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെടുന്നു. സൂക്ഷിക്കപ്പെടുക എന്നതിന് സംരക്ഷിക്കുക, സഹായിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാതെ നമ്മെ സംരക്ഷിക്കുന്നവനാ നമ്മളുടെ കർത്താവ്. ഓരോ നിമിഷവും അവൻ നമ്മോടുകൂടി യാത്ര ചെയ്ത് നമ്മെ സംരക്ഷിക്കുന്നു. കനാൻ നാട്ടിലേക്കുള്ള ഇസ്രായേലിൻ്റെ യാത്രയിൽ ഒരു ശത്രുവും തടാതെ അവരുടെ മുൻപിലും പിൻപിലും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും സഞ്ചരിച്ചവനാ നമ്മളുടെ ദൈവം. എത്രയെത്ര അപകട സാഹചര്യങ്ങളിൽ നമ്മെ കർത്താവ് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അവയുടെയൊക്കെ മധ്യത്തിൽ നമ്മോട് കൂടെ ഇരുന്ന് വിടുവിച്ചവനായി നമ്മളുടെ ദൈവം. കർത്താവിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ് എന്ന് വിശ്വസിച്ച് നമുക്ക് ധൈര്യപ്പെടാം. 3, വിശ്വാസി ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു.
വിളിക്കപ്പെടുക എന്നതിന് രണ്ട് അർത്ഥം ഉണ്ട്. ചുമതലയേറിയ ജോലി സ്വീകരിക്കുന്നതിനുള്ള വിളി, സന്തോഷകരമായ വിരുന്നിൽ പങ്കെടുക്കുന്നതിനുള്ള വിളി. ഈ രണ്ട് അർത്ഥത്തിലും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വിളിക്കപ്പെടുക എന്ന വാക്കിന് വലിയ പ്രസക്തിയാണ് ഉള്ളത്. വിശ്വാസി കർത്താവിന് വേണ്ടി ഉത്തരവാദപ്പെട്ട ചുമതല വഹിക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടവൻ ആണ്. കർത്താവിൻ്റെ സന്തോഷത്തിൽ അവനോടൊപ്പം ആയിരിക്കാൻ വിളിക്കപ്പെട്ടവനാണ് വിശ്വാസി. വിളിച്ച ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിച്ച മതിയാകൂ. നമ്മെ ഏൽപ്പിച്ച ജോലിയുടെ കണക്ക് യജമാനൻ്റെ കയ്യിൽ ഒരിക്കൽ നൽകിയേ മതിയാകൂ. ഒരു കണക്ക് ചോദ്യമുണ്ട്. അത് ശരിയായ കണക്ക് നമുക്ക് അന്ന് നൽകണമെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലകളിൽ വിശ്വാസി വിശ്വസ്തനായിരിക്കണം. 1 കൊരിന്ത്യർ 4:2 ദൈവത്തിൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിനാൽ സംശയിക്കാതെ, നിരാശപ്പെടാതെ വിളിക്ക് യോഗ്യമായ വിധത്തിൽ വിശ്വാസയാത്ര പൂർത്തീകരിക്കാം. കർത്താവേ, നിനക്കായി വിളിച്ച് എല്ലാ വഴികളിലും സൂക്ഷിച്ച് എന്നെ സ്നേഹിക്കുന്ന അങ്ങയുടെ ദിവ്യസ്നേഹത്തിനായി സ്തോത്രം. ആമേൻ.